ദ്വിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ കേരളത്തിൽ. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തേക്ക് പുറപ്പെടും. വിവരങ്ങളുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എം.എസ്. വീണ ചേരുന്നുണ്ട്. വീണ, എപ്പോഴാണ് അദ്ദേഹം പുറപ്പെടുക? അദ്ദേഹം വരുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം പൂർത്തിയായോ? കൊല്ലത്ത് ഏതൊക്കെ ചടങ്ങുകളിലാകും അദ്ദേഹം പങ്കെടുക്കുക? വീണ. അശ്വതി, ദ്വിദിന സന്ദർശനത്തിനായിട്ടാണ് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ കേരളത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കേരള സന്ദർശനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രി കെ എൻ ബാലഗോപാൽ, മേയർ, ജില്ലാ കളക്ടർ തുടങ്ങിയവർ ചേർത്ത് ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വ്യോമസേന ഏരിയയിലെ പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം കൊല്ലത്തേക്ക് പുറപ്പെടും. കൊല്ലം ഫാത്തിമ മാതാ കോളേജിന്റെ 75ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊല്ലത്താണ് ഇന്ന് പരിപാടികളുള്ളത്. ഔദ്യോഗിക പരിപാടികൾ ഇന്ന് കൊല്ലത്താണ് ഉണ്ടാവുക. കൊല്ലത്തേക്ക് അദ്ദേഹം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മണിയോടുകൂടി ഇവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം കൊല്ലത്തേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലത്ത് ഫാത്തിമ മാതാ കോളേജിലെ പരിപാടിയിലാണ് പങ്കെടുക്കുക. തുടർന്ന് 4 മണിക്ക് മറ്റൊരു പരിപാടി കൂടി അവിടെയുണ്ട്. ആ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു യോഗമാണ്, അതായത് ഫെഡറേഷൻ ഇന്ത്യ കോർണർ എക്സ്പോർട്ടേഴ്സിന്റെ അസോസിയേഷനിലുള്ള യോഗമാണ് കൊല്ലത്ത് നടക്കുന്ന. കൊല്ലം റാവിസ് ഹോട്ടലിൽ വെച്ചാണ് ഈ ഒരു പരിപാടി നടക്കുക. ആ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് അദ്ദേഹം കൊല്ലത്തായിരിക്കും തങ്ങുക. തുടർന്ന് നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്താണ് നാളെ അദ്ദേഹത്തിന് പരിപാടി ഉള്ളത്. നാളെ തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി സന്ദർശിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണിത്. ഇവിടെയായിരിക്കും നാളെ അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ആ പരിപാടി നാളെ നടക്കും. ആ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം നാളെ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എയർപോർട്ട് പരിസരത്ത് നിരവധി പേരാണ് അദ്ദേഹത്തെ കാണുവാനായിട്ട് കാത്തു നിൽക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്തേക്ക് വരില്ല. എയർപോർട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം തന്നെ ഇന്ന് കൊല്ലത്തേക്ക് പോകും. അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹം കൊല്ലത്തേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അദ്ദേഹത്തെ ചേർന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. അശ്വതി. എസ് വീണ, 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ കേരളത്തിൽ എത്തിയിരിക്കുന്നു. അല്പസമയങ്ങൾക്കുള്ളിൽ തലസ്ഥാനത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം കൊല്ലത്തേക്ക് പുറപ്പെടും. വീണ, അദ്ദേഹം എത്തിച്ചേർന്നോ അവിടെ? അശ്വതി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ, മേയർ, ജില്ലാ കളക്ടർ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ 2 ദിവസ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലും ഒപ്പം തന്നെ കൊല്ലം ജില്ലയിലുമൊക്കെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേക ഗതാഗത നിയന്ത്രണമൊക്കെ കൊല്ലത്തടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അവധി നൽകിയിരിക്കുകയാണ്. അശ്വതി.